ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവി അമ്മേനെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. അമ്മ നല്ലതായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അച്ഛൻ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. എനിക്കും ഇങ്ങനൊരു ജീവിതമൊന്നും കിട്ടില്ല. നല്ലതായിട്ട് തന്നെ ഞാനും ആനന്ദേട്ടനോടൊപ്പം ജീവിക്കുമായിരുന്നു എന്നൊക്കെ പറയുക. അപ്പോൾ ഇതൊക്കെ കേട്ട് ശ്രീകല കുറച്ച് നേരമൊക്കെ വിഷമിക്കണമെങ്കിലും ശ്രീകല ഓടി വന്നിട്ട് പറയും, എടി നീ ഇങ്ങനെയൊക്കെ പറയാനാണെങ്കിൽ എനിക്കും ഉണ്ടടി കുറേ കാര്യങ്ങൾ പറയാൻ. വേണ്ട, നിങ്ങൾ കൂടുതലായിട്ടൊന്നും പറയണ്ട, ആരുടെ ഒന്നും എനിക്ക് കേൾക്കണ്ട, എനിക്കെല്ലാം അറിയാം. ദേവി നീ ഒന്ന് നിൽക്കടി. അപ്പോൾ വീണ്ടും ദേവി തിരിഞ്ഞു നോക്കിയിട്ട് അമ്മയോടും അച്ഛനോടും പറയണം, പിന്നെ എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് അത് എന്താണെന്ന് എനിക്കറിയാൻ പറ്റും. പക്ഷേ അതിന്ന് തന്നെ അറിയാൻ പറ്റും എനിക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെടാൻ പോകുന്നതെന്നുള്ളത്. പിന്നെ നിങ്ങൾക്കും ഇന്ന് ഒരു തരം ശാപം പിടിച്ച ദിവസമാണ്. ഈ ഒരു ദിവസം ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും പറ്റില്ല. എന്താ ഈ ദിവസത്തിൻ്റെ പ്രത്യേകം നിങ്ങൾക്കറിയോ? ഇന്നാണ് നിങ്ങളുടെ മകൾ ദേവി നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ദിവസം എന്നിങ്ങനെ പറയുമ്പോൾ ഉദയഭാനു പെട്ടെന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. ഇനി വല്ലതും ചെയ്ത് കളയോ എന്നുള്ള അപ്പോൾ വീണ്ടും ദേവി പറഞ്ഞിട്ടുണ്ട്, ഇത് ഞാനും കൂടെ ചേർന്ന് ചെയ്ത ഒരു പാവമാണ്. ഈ പാപത്തിൻ്റെ ഫലം ഞാൻ അനുഭവിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു ദേവി സങ്കടപ്പെടുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട്, ജീവിക്കാൻ എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുമ്പം ആനന്ദേട്ടൻ എന്നെ ഉപേക്ഷിക്കും, അത് ഉറപ്പാണ്. ആനന്ദേട്ടൻ ആവശ്യമില്ലാത്ത ഈ ദേവിയെ എനിക്കും ആവശ്യമില്ല, അതോടുകൂടി ഞാനും തീരും അങ്ങ് എന്നും പറഞ്ഞിട്ട് ദേവി അവിടുന്ന് കതക് വലിച്ചടച്ച് ഒരൊറ്റ പോക്ക് പോവാണ് കേട്ടോ. ശ്രീകലയും ഉദയഭാനും കൂടെ പുറകെ ദേവി ദേവി എന്ന് വിളിച്ച് ഓടി വരുന്നുണ്ട്. അവർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടമായി പോയിട്ടോ. ദേവി ഇനി കടുങ്കൈ എന്തെങ്കിലും ചെയ്ത് കളയോ, ഇനി ഗർഭിണി അല്ലാന്നെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി അവരങ്ങ് തളർന്നിങ്ങനെ നിൽക്കണം. അങ്ങനെ നമ്മുടെ ബാലനാണെങ്കിൽ വീട്ടിൽ നിന്ന് അന്ന് വൈകിട്ട് നേരെ കടയിലേക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ രാമേട വന്ന് ചോദിക്കുന്നുണ്ട്, ആഹാ ബാല, വീട്ടിൽ ഉദയഭാനുവിൻ്റെ കള്ളത്തരങ്ങളെല്ലാം നീ അവതരിപ്പിച്ചോ? എല്ലാവരോടും പറഞ്ഞു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കേട്ടപ്പോൾ തന്നെ ഗോമതി നല്ല സങ്കടത്തിലായി കാണും. മാറിയിരുന്ന് എവിടെയെങ്കിലും കരയാൻ തുടങ്ങി കാണും അല്ലേ? മീനാക്ഷിയും ആകാശും ആര്യനും ഒക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവും. പിന്നെ ആകാശം നിന്നെ നേരിട്ട് നിൻ്റെ മുഖത്തേക്കൊന്നും പറയില്ലല്ലോ, കുത്തി മാറി നിന്നല്ലേ പറയുന്നത്. ആനന്ദം തകർന്നു പോയിട്ടുണ്ടാവും അല്ലേ? ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ബാലൻ ഒറ്റ അക്ഷരം മിണ്ടുന്നില്ല. ബാലൻ കുറേ സമയം രാമേട്ട എന്തൊക്കെ പറയണമെല്ലാം കേട്ടിട്ട് പതിയെ അവിടെ നിന്ന് എണീക്കാട്ടോ. എണീച്ച് ആ സ്റ്റോറിൻ്റെ അടുത്തേക്ക് ചെന്ന് മുട്ടായികളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നില്ലേ, അങ്ങോട്ട് ചെല്ലാണ്. എന്നിട്ട് അതിൽ നിന്ന് ഒരു ചോക്ലേറ്റ് എടുത്ത് രാമേട്ടന് കൊടുക്കുക. എന്നിട്ട് പറഞ്ഞു, രാമേട്ടാ ആദ്യം ഇത് പിടിക്കുക. ഇതെന്താടാ, എനിക്കെന്തിനാ മിഠായി? രാമേട്ടൻ ഇത് കഴിക്കുക, ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറയാം. സന്തോഷ വാർത്തയെ? എന്ത് സന്തോഷ വാർത്ത? അത് ശരി, ഉദയഭാനുവിൻ്റെ കള്ളത്തരങ്ങൾ വീട്ടിൽ പറഞ്ഞ ആർക്കും മനസ്സിലായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറഞ്ഞു, അതല്ല, പിന്നെ ആനന്ദൻ്റെ ഭാര്യയല്ലേ നമ്മുടെ ദേവി ഗർഭിണിയാണ്. അതെയോ, അതൊരു വലിയ സന്തോഷ കാര്യമാണല്ലോ. അപ്പോൾ കാര്യങ്ങളെല്ലാം നേരെ കീഴ്മേൽ മറിഞ്ഞല്ലോ ബാലാന്ന് ചോദിക്കട്ടോ. അതെ, ഉദയഭാനുവിനെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം എല്ലാവരോടും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ വീട്ടിലേക്ക് പോയത്. ഞാൻ ഇവിടുന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത്. രാമേട്ടനെ അറിയാമല്ലോ, ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഉദയഭാനു അവിടെ ഉണ്ടായിരുന്നു. എല്ലാം പറയണം ഞാൻ വിചാരിച്ച അപ്പോഴാണ് ഈ സന്തോഷ വാർത്ത അറിയുന്നത്. പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എല്ലാവരുടെയും സന്തോഷം ഒരു നിമിഷം കൊണ്ട് എങ്ങനെ കെടുത്തിക്കളയാൻ പറ്റുക? അതിനെനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് അയാളെക്കുറിച്ചുള്ള സത്യങ്ങളൊന്നും തൽക്കാലം ഞാൻ ആരോടും പറഞ്ഞില്ല. അപ്പോൾ രാമേട്ടൻ ചോദിക്കുന്നുണ്ട്, ബാല ഇത് പറയാതിരുന്നാലേ കൂടുതൽ അപകടത്തിലാവില്ലേ? പിന്നെ ഒരു മുത്തശ്ശനാവാൻ പോകുന്നതിൻ്റെ സന്തോഷമില്ലേ, അത് ഒരു വല്ലാത്ത സന്തോഷം തന്നെയാണ് രാമേട്ട. അപ്പോൾ ഇനിയിപ്പോൾ പേരക്കുട്ടിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും സങ്കല്പങ്ങളും അല്ലാതെ മറ്റൊന്നും ഇനിയിപ്പോൾ എൻ്റെ മനസ്സിലില്ല, അതാണ് എന്നും പറഞ്ഞും കൊണ്ട് ഉദയഭാനുവിനെ ഞാൻ വെറുതെ വിട്ടിട്ടൊന്നുമില്ല. അവനുള്ള പണി ഞാൻ കൊടുക്കും. അത് ഇന്നലെ തന്നെ ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട് രാമേട്ട. എന്താടാ ബാല? ഇനി അങ്ങോട്ട് അയാൾക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും മിസ്റ്റർ ഉദയഭാനുവിന്. കൂർഗിൽ അവൻ്റെ അമ്മൂമ്മയുടെ ഒരു 50 ഏക്കർ, മൈസൂറിലെ 100 ഏക്കർ, എന്തൊക്കെയായി പറഞ്ഞു വെക്കുന്നതെന്നറിയോ അവൻ? രാമേട്ടൻ നോക്കിക്കോ, പൂച്ച എലി കളിപ്പിക്കില്ലേ, അതുപോലെ ആ ഫ്രോഡ് ഉദയഭാനുവിനെ ഞാൻ വട്ടം കറക്കിക്കൊണ്ടേയിരിക്കും. ഇനി ഈ ഗോമതി സ്റ്റോർ ബാലൻ തീരുമാനിക്കും. എൻ്റെ തീരുമാനത്തിലും എൻ്റെ ഇതിലും ആയിരിക്കും കള്ളൻ ഉദയഭാനു മുന്നോട്ട് പോകുന്നത്. ഉദയഭാനു സാറ് എന്നും പറഞ്ഞും കൂടെ ഇങ്ങനെ കളിയാക്കുവാണ് രണ്ടുപേരും കൂടെ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ധർമ്മനെ കാണിക്കാട്ടോ. ധർമ്മനും സുകന്യയും കൂടെ ഹണിമൂണിന് പോയിരിക്കുകയാണല്ലോ തേക്കടിയിൽ. അവരവിടെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ധർമ്മനോട് മിണ്ടാനും സംസാരിക്കാനും ഒന്നും സുകന്യയ്ക്ക് താല്പര്യമില്ല. മാറി നിന്ന് കപ്പലണ്ടി എന്തോ കുറച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ ധർമ്മം പറയുന്നുണ്ട്, മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവളെങ്ങനെയെങ്കിലും വീഴ്ത്തിയേ പറ്റൂ. അതിന് വേണ്ടിയിട്ട് സാഹിത്യം കൊണ്ട് ഒന്ന് പെരുമാറി നോക്കിയാലോ. അങ്ങനെ ഒരു പേപ്പറിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ട് അത് നോക്കി വായിക്കട്ടോ. മനസ്സ് ഒരു വല്ലാത്ത വിഭജിക്കുകയാണ്.
ആ അല്ലെങ്കിൽ പിന്നെ ഏതോ ഒരു വീട്ടിൽ ഏതോ ഒരു അച്ഛൻ്റെ അമ്മയുടെ മകളായിട്ട് ജനിച്ച സുകന്യയെ ദേവമംഗലത്തെ ധർമ്മനും തമ്മിൽ കണ്ടുമുട്ടേണ്ട ആവശ്യം വലുതുണ്ടോ? എന്താ അതിൻ്റെ അർത്ഥം? സുകന്യ അന്തം വിട്ട് നോയിക്കൊണ്ടിരിക്കട്ടോ. ആ കാലങ്ങൾക്ക് മുന്നേ തന്നെ ഒരേ തോണിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നവരാണ് നമ്മൾ. ഒരേപോലെ നമ്മൾ ആ തോണി തൊഴിഞ്ഞ് ദേ ഇവിടെ എത്തി, ഇപ്പോഴും തൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സാഹിത്യങ്ങൾ പറയാട്ടോ. അപ്പോൾ ആ സമയത്ത് സുകന്യ ചോദിക്കുന്നു, ഇതെന്താ ഞാൻ ലോകത്തൊരിടത്തും കേൾക്കാത്തൊരു തരം സാഹിത്യ ഭാഷ. ഈ അളിഞ്ഞ സാഹിത്യമാണല്ലോ, ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടുമില്ല, അതുകൊണ്ടാണ് ചോദിക്കണേ ഇത് എവിടെ നിന്ന് ഒപ്പിച്ചു എന്ന്. അപ്പോഴത്തേന് അതല്ല സുകന്യേ, ഇതിനൊക്കെ വലിയ അർത്ഥമുണ്ട്, ശ്രദ്ധിച്ചിരിക്കണം എന്നാലേ മനസ്സിലാവുള്ളൂ. ഞാൻ കുറച്ചുകൂടി ലളിതമായിട്ട് പറയട്ടെ, അപ്പം നിനക്ക് മനസ്സിലാവും. വേണ്ട, അയ്യോ ഒന്ന് മിണ്ടാതിരുന്നാൽ മതി, എനിക്കൊന്നും അറിയണ്ട എന്നും പറഞ്ഞ് വീണ്ടും ഇങ്ങനെ മാറി നിൽക്കുമ്പം ധർമ്മൻ പറയണ്ട, എല്ലാം ചീറ്റിപ്പോയല്ലോ ഈശ്വര, വിട്ടു കൊടുക്കാൻ പാടില്ല. പിന്നെ എന്തെങ്കിലും ഒരു പാട്ട് അങ്ങോട്ട് പാടിയാലോ? അപ്പോൾ പാട്ട് പാടാമെന്ന് പറഞ്ഞ് ധർമ്മൻ സ്റ്റാർട്ട് ചെയ്യാട്ടോ. വേണ്ട, ഇനിയിപ്പോൾ അത് തുടങ്ങിയാൽ വീണ്ടും അബദ്ധമാവില്ലേ, ഇനി ഇവളുടെ മനസ്സിൽ എങ്ങനെയാണ് ഒന്ന് ഇടം പിടിക്കാൻ പറ്റുക എന്ന് ധർമ്മൻ ഇങ്ങനെ ആലോചിച്ചും കണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ആ സമയത്ത് അവിടെ കാറിൽ ഒരാളിങ്ങനെ വരുന്നുണ്ട്. വന്ന് ഇവർ രണ്ടുപേരും മാത്രമായിട്ട് ലക്ഷ്യമിട്ടാണ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അത് ആരാന്ന് മനസ്സിലാവുന്നില്ല. അയാൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കട്ടെ. സുകന്യ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞ് നോക്കണമെന്ന് അയാളെ കാണുന്ന പാടെ സുകന്യ പേടിച്ച് വിറച്ച് നമ്മൾ ധർമ്മൻ്റെ പുറകിലേക്ക് ഒളിക്കുകയാണ്. അപ്പോൾ ധർമ്മൻ ഇത് കാണുന്നില്ല. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കിനും ഇയാൾ പതിയെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. വന്നിട്ട് ധർമ്മനോട് ചോദിക്കുന്നുണ്ട്, പിന്നെ നിങ്ങളിവിടെ ഹണിമൂണിന് വന്നതല്ലേ എന്ന് ചോദിക്കണ്ട. അപ്പോൾ ധർമ്മൻ അതെ ഹണിമൂണിന് വന്നതാ, ഞാനും ഞാനേ കുറച്ച് കാലത്തിന് ശേഷമാവുന്നു കല്യാണം കഴിച്ചത്, അതിൻ്റെ സന്തോഷത്തിലാണ്. ഓ അത് ശരി. അപ്പോൾ പിന്നെ ഇത് നല്ല സ്ഥലമാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് കപ്പിൾസിനൊക്കെ അടിച്ച് പൊളിക്കാൻ പറ്റുന്ന സ്ഥലമാണ്, അപ്പോൾ നിങ്ങൾ അടിച്ച് പൊളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് 1-2 സെക്കൻഡ് അവിടെ നിന്ന് അയാൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ ധർമ്മനോട്. എന്നിട്ട് അയാൾ തിരിച്ച് കാറിലേക്ക് കയറി പോകാൻ വേണ്ടി പോവുക. ആ നിമിഷം കൊണ്ടിവിടെ സുകന്യ കാണുന്നില്ല. ധർമ്മൻ്റെ പുറകിൽ ഒളിച്ച് നിന്നതായിരുന്നു. സുകന്യ അന്വേഷിച്ച് ധർമ്മൻ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. അവിടെയുള്ള കടകളിലും അവിടെ ഇവിടെ എല്ലാം ഫോട്ടോയൊക്കെ കാണിച്ച് ഈ പെൺകുട്ടി കണ്ടോ ഇങ്ങോട്ട് വന്നോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. സുകന്യ ആ നിമിഷം കൊണ്ട് കാണാനില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ദേവിയെ ആനന്ദൊരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവിടെ വന്ന് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ദേവിയോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്താണ് നിന്നെ കാണിക്കാൻ ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തത്. പിന്നെ അപ്പോയിൻമെൻറ്റ് ആയതുകൊണ്ട് ഒരുപാട് സമയമൊന്നും നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാ കാര്യത്തിനും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാവും, വരാൻ ചെക്കപ്പ് ചെയ്യാം. അങ്ങനെ ദേവി തൊട്ട് പുറകെ പേടിച്ച് ആനന്ദിൻ്റെ പുറകെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അകത്ത് ചെന്ന് ഡോക്ടറിനെ കാണുമ്പോൾ ഡോക്ടർ ദേവിയും രണ്ടുപേരെയും മാറി മാറി നോക്കുകയാണ്. എന്നിട്ട് ദേവിയോട് ചോദിക്കുന്നുണ്ട്, ലാസ്റ്റ് മെൻസസ് പീരീഡൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതൊക്കെ രണ്ടുപേരും കറക്റ്റ് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ദേവി നവംബർ 26 പറയുന്നുണ്ട് കേട്ടോ. ഡോക്ടർ അത് നോക്കിയിട്ട് ആദ്യം പറയുന്നുണ്ട്, അപ്പോൾ 4 ആഴ്ചത്തെ വളർച്ചയുണ്ടല്ലോ. അതല്ല കേട്ടോ, തെറ്റിപ്പോയി കേട്ടോ, നവംബർ എന്നല്ലേ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഒരു 6 ആഴ്ചത്തെ ഒരു വളർച്ച ഉണ്ടാവും. പിന്നെ ഛർദിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഉടനെ ആനന്ദ് പറയാം, ടെസ്റ്റൊന്നും നോക്കിയിട്ടില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നോക്കാം, ഇവിടെ വച്ച് തന്നെ നമുക്ക് നോക്കാം, ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ നോക്കാം. അത് കഴിഞ്ഞിട്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് സ്കാനിങ് ഒക്കെ ചെയ്യാം, ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യണം, അതിൻ്റെ റിസൾട്ടും ഒക്കെ നോക്കാം. അപ്പം ആനന്ദിന് ഭയങ്കര സന്തോഷമില്ല. ശരി എന്നൊക്കെ പറയണം. ദേവിയുടെ കണ്ണാണെങ്കിൽ വെളിയിലോട്ട് തള്ളി തെറിച്ചിരിക്കുക കേട്ടോ, അത്രയ്ക്ക് പേടിച്ചിരിക്കുകയാണ്. എന്താവും ഇന്നത്തോടു കൂടി എൻ്റെ ജീവിതമേ തൊലഞ്ഞല്ലോ എന്ന് വെച്ചിട്ട്. അങ്ങനെ ദേവിയും കൂട്ടി സിസ്റ്റർ അകത്തേക്ക് പോകണം കേട്ടോ. പുറത്താണെങ്കിൽ ആനന്ദ് ടെൻഷൻ ആവണുണ്ട്, എന്താവും കാര്യം. എന്നാലും അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗോമതി വിളിക്കുകയാണ്. അപ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട്, മോനെ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയോ? ഇല്ലമ്മേ, കുറച്ച് സമയം കൂടെ പോകും. എന്താ താമസിക്കുന്നത്? വരാം. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീയേ ഒരു 1.5 മണിക്കൂറൂടെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. അതുവരെ രാഹുകാലം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. ശരി. നിങ്ങൾ എങ്ങനെയാണ് അവിടെ നിന്ന് വരുന്ന മോനെ? അത് ബൈക്കിലാമ്മേ. ബൈക്കിലോ? എന്താടാ നീ ഇങ്ങനെ പറഞ്ഞേ? ഈ സമയത്ത് അവിടെ ബൈക്കിലൊന്നും യാത്ര ചെയ്തുകൊണ്ട് വരല്ലേ, ഇങ്ങനൊരു പൊട്ടച്ചെറുക്കൻ. നിങ്ങൾ ടാക്സിയിൽ വേണം വരാനായിട്ട്, കേട്ടല്ലോ. നല്ല ശ്രദ്ധ വേണ്ട സമയമോ? ശരി അമ്മേ, എന്നാൽ ടാക്സിയിൽ തന്നെ വരാം. പിന്നെ ഇവിടെ ദേവിയെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നീ അവൾക്കൊന്ന് ഫോൺ കൊടുത്തേ. അമ്മേ, ദേവി അകത്തോട്ട് എവിടെയോ ആണ്, നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വിളിക്കാം. എന്താടാ നിൻ്റെ ശബ്ദം വല്ലാണ്ടിരിക്കുന്നത്? നിനക്കെന്താ സന്തോഷമില്ലേ? ആര് പറഞ്ഞു എനിക്ക് സന്തോഷമില്ലെന്ന്? ഞാൻ നല്ല ഹാപ്പിയാണ്, എനിക്ക് സന്തോഷക്കുറവൊന്നുമില്ല. ഇല്ല, നിൻ്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട്, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എൻ്റെ പൊന്നമ്മേ, എനിക്ക് ഒരു വിഷമമില്ല. അമ്മ ഫോൺ വെക്ക്. നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ വിളിക്കണേ, രാഹുകാലം കഴിഞ്ഞിട്ടേ ഇറങ്ങാവുള്ളൂ, കേട്ടല്ലോ. ടാക്സിയുടെ കാര്യവും മറക്കരുത്. ശരി അമ്മേ, ശരി, ഓക്കെ. അപ്പോൾ
മീനാക്ഷിയും ഇത്രയും കൂടെ പറഞ്ഞു ഞങ്ങൾക്കും കൂടെ ആനന്ദിനോട് സംസാരിക്കണം, ഫോൺ തരാൻ. എടാ മീനാക്ഷിക്ക് സംസാരിക്കണമെന്ന്. ആ അമ്മേ അതെ ഇവിടെ ദേവിയുടെ ബന്ധുക്കളൊക്കെ വന്നിരിപ്പുണ്ട്, അവരോടൊക്കെ സംസാരിക്കണം, ഞാൻ പിന്നീട് തിരിച്ച് വിളിച്ചോളാം എന്നും പറഞ്ഞ് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോൾ ഗോമതിക്ക് ചെറിയൊരു സംശയം തോന്നണം, എന്താ ഇവനിങ്ങനെ വിഷമിച്ചതുപോലെയാണ്. അപ്പോൾ ആനന്ദ് വിചാരിക്കുന്നുണ്ട്, ഈശ്വര എന്തായി കേൾക്കണം, ഈ ദേവിയുടെ ഈ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ എല്ലാവരും ഭയങ്കര സന്തോഷത്തില്ല, അവരെ മനസ്സൊക്കെ വിഷമിക്കില്ലേ, അമ്മ എന്തുമാത്രം സന്തോഷത്തില്ല, ഇനി ദേവി ഗർഭിണിയല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സൊക്കെ തകർന്നു പോവില്ലേ എന്നൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഫോട്ടോ കണ്ടിട്ട് അമ്മയും കുഞ്ഞും കൂടി ഇരിക്കുന്നത് കേട്ടോ. അത് കാണുമ്പോൾ ആനന്ദിന് ഭയങ്കരമായിട്ടൊരു മനസ്സിന് സങ്കടവും സന്തോഷമൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ദേവി ഇനി ഗർഭിണിയല്ല, കള്ളത്തരമാണ് പറഞ്ഞെങ്കിൽ തകർന്നു പോവില്ലേ. എന്നിട്ട് ആ ഫോട്ടോയുടെ അടുത്തേക്ക് ചെന്ന് ഒന്ന് തടവുന്നുണ്ട് കേട്ടോ ഫോട്ടോ, ആ കുഞ്ഞിനെയൊക്കെ. എന്നിട്ട് കണ്ണ് നിറയാണ് ആനന്ദിൻ്റെ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിലും ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.